തൊപ്പി ആ തൊപ്പിയുടെ ഉള്ളിലാണ് അതിൻ്റെ ലിക്വിഡ്. ഇവിടെ ഒരു കടുവക്കൂട്ടൻ ഇരിപ്പുണ്ട്, ഒരു കിരീടം പോലെയുണ്ടല്ലേ. പിന്നെ നമുക്ക് ഇവിടെയുള്ളൊരു സങ്കടകരമായ വീഡിയോ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതല്ല കേട്ടോ. ഈ മഴ എൻജോയ് ചെയ്യുന്നതിന് വീട്ടിൽ പോയി ഒരു നല്ലൊരു ചായയും പാർലേജി ബിസ്ക്കറ്റ് ഇപ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഴയാണ് കേട്ടോ. ഇത്രയും നല്ല മഴയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം, അത്രയും സന്തോഷമുള്ള വേറൊരു കാര്യം എനിക്കില്ല. മഴ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച ഇവിടെ മഴ തുടങ്ങിയിട്ട്, അത് ഇടയ്ക്ക് ഒരു 2 ദിവസം നിൽക്കും, പിന്നെ വീണ്ടും മഴ പെയ്യും. അതുപോലെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നാളെയും കൂടി ഇവിടെ മഴയുണ്ട്. സാറ്റർഡേ സൺഡേ മഴയില്ല. അപ്പം നല്ല മഴ, അതായത് ഇത്രയും നാളും മഴ കിട്ടാത്തതിന് പകരമായിട്ട് ശക്തമായ മഴ. ഇത് ജസ്റ്റ് ഒന്ന് പെയ്യുന്നതല്ല, ഇന്ന് നേരം വെളുത്തപ്പോൾ മുതലേ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് മഴ കിട്ടൂലേ എന്ന് പറഞ്ഞ പോലെ അടിപൊളിയാണ്. ഞാൻ ലോസ് ആഞ്ചൽസിൽ നിന്ന് കൊറോണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രീവേ കൂടിയാണ് പോണത്. വളരെ പതുക്കെയാണ് വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ വിശേഷങ്ങൾ പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ വന്നിട്ടുണ്ട് 2 ദിവസത്തെ സന്ദർശനത്തിന്. അത് കൂടാതെ ഇപ്പം ലോസ് ആഞ്ചൽസിൽ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ, ഇന്ന് മഴ കൂടുതലായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കാറ്റുണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോസ് ആഞ്ചൽസ് എയർപോർട്ടിലെ ഫ്ലൈറ്റുകളൊക്കെ ഇവിടുന്ന് പോകുന്നതും വരുന്നതും ഒരു പക്ഷേ ക്യാൻസൽ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു എനർജി കിട്ടിയത് ഈ മഴയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മഴ എന്ന് പറഞ്ഞിട്ട്. ആ മഴ പെയ്യുന്ന ഒരിതും മഴ പെയ്യുന്ന ഒരു സൗണ്ടും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ. അത്രയ്ക്ക് നമ്മൾ മഴയെ സ്നേഹിക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ, മഴയുടെ ഒരു എക്സ്പീരിയൻസാണ്. അമേരിക്കയിൽ മഴ പെയ്താൽ എങ്ങനെ ഇരിക്കുന്നുള്ള എക്സ്പീരിയൻസ്. അങ്ങനെ കുറച്ച് ആ ഒരു ഫീലിലിരിക്കാൻ പറ്റുന്നവർക്കാണ് ഈ വീഡിയോ മുഴുവൻ കണ്ട് തീർക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആ മഴയുടെ സൗണ്ടും ഒക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ കേൾക്കണതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ മഴയുടെ വീഡിയോയും നേച്ചറിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. മഴയെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. ദർ ഈസ് ലോ വിസിബിലിറ്റി റിപ്പോർട്ടഡ് എഹെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി. നമ്മൾ അമേരിക്കയുടെ ഭൂപടം എടുത്ത് നോക്കുമ്പോൾ താഴെയായിട്ട് മെക്സിക്കോയുടെ സൈഡിൽ, ഫ്ലോറിഡയുടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് കാണാമായിരുന്നു മുമ്പ്. ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഇത് കൂടുതലും അമേരിക്കയുടെ ഏരിയ ആണ്, പക്ഷെ എന്നാലും ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ഇപ്പോൾ അത് മാറി, ഗൂഗിൾ മാപ്പിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് കാണിക്കുന്നത്. മഴ കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു കണ്ടീഷൻ കേട്ടോ. അത്രയ്ക്ക് തിക്ക് മഴയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്ത് രസമെന്ന് പറയുക അങ്ങനത്തെ ഒരു മഴയിലൂടെ ഇങ്ങനെ പോകാനായിട്ട്. യെസ്, അങ്ങനെ നമ്മുടെ കൊറോണ എത്തിയിരിക്കുകയാണ്. കൊറോണ നമ്മൾ കേൾക്കുന്നത് എത്ര ലേറ്റായിട്ടല്ലേ, പക്ഷെ കൊറോണ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മളൊരു ലിക്വർ സ്റ്റോറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുള്ളീനെ ഒന്ന് കാണിച്ചു തരാം. ഹായ് മേന. ഹലോ. ഗുഡ്, ഹൗ ആർ യു? അപ്പം ഇവിടെ ഒരു സംഭവം കാണിച്ചു കേട്ടോ. ഞാനിവിടെ പുള്ളി നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ലിക്വർ കുപ്പികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. ഞാനിതൊന്നും കണ്ടിട്ടില്ല, വിലയൊന്നും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ലിക്വർ കുപ്പികൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ലിക്വറാണ് കേട്ടോ. ശരിക്കും ഒരു തൊപ്പിയുടെ പോലെ ഉണ്ടല്ലേ. എൻ്റെ അമ്മോ, ഇതെടുക്കാൻ പറ്റുമോ? ഒരു തൊപ്പി, ആ തൊപ്പിയുടെ ഉള്ളിലാണ് അതിൻ്റെ ലിക്വർ ഇരിക്കുന്നത്. ഭയങ്കര അടിപൊളിയല്ലേ. ഓക്കെ, പിന്നെ അടുത്തത് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു ഷൂസ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും, പക്ഷേ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. എൻ്റെ അമ്മ, ഇത് കണ്ടോ, ഒരു ഷൂ പോലെ ഇരിക്കുന്ന ലിക്വർ. പിന്നെ വേറെന്താണ് അടുത്തത് കാണിച്ചു തരാം. ഇതൊക്കെ ഹൗ മച്ച് ദിസ് കോസ്റ്റ്?
$99.99. ഓക്കെ, ഇത് $79 കേട്ടോ. പിന്നെ നമുക്കിതാ ഇവിടെ ഒരു കടുവക്കൂട്ടൻ ഇരിപ്പുണ്ട്. കടുവക്കൂട്ടൻ ഇതുണ്ടല്ലേ, അതൊക്കെ ലിക്വറാണ് കേട്ടോ. അത് കൂടാതെ ഇതാ ഇത് നോക്കി, ഇത് ഭയങ്കര സംഭവമല്ലേ. നമ്മുടെ എന്താ പറയുന്നത്, ഒരു കിരീടം പോലെയുണ്ടല്ലേ, അടിപൊളി. ഇതിൻ്റെ വില എത്ര? $149 കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും അല്ലേ. ഇത് ഒരു കുരിശൊക്കെയാണ് അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നത്. പക്ഷേ എന്താ പറയുന്നത്, ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുപ്പി അവിടെ നിന്ന് എടുത്ത്. ഓ ദേ ഇത് നോക്കി, വേറൊരെണ്ണം, ഒരു കുതിര. ഉണ്ടല്ലേ, ശരിക്കും കുതിര. അതായത് ഇതിൻ്റെ ഈ കുപ്പി തുറന്നാൽ ഇത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. അങ്ങനെ വളരെ ഭംഗിയുള്ള ലിക്വർ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും നമുക്ക് എല്ലായിടത്തും പോയാൽ കാണാൻ സാധിക്കില്ല. പിന്നെ ഇതായിരിക്കുന്നുണ്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ഉണ്ടോ, $600 ഒക്കെ ഉണ്ട്. I mean, which is the $600? $600 one item is there, no? This one? Oh, the very right, yeah? 650. Oh my god. അത് ആ വെള്ള കളറ് $650. ഒരു $50,000 മേളിൽ വില വരുന്ന ഐറ്റമാണ് ആയിരിക്കുന്നത്. എന്തല്ലേ, അങ്ങനെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ലിക്കർ ഷോപ്പിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മളിന്ന് മഴയായിട്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ പറഞ്ഞ ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊറോണ എന്ന് പറയുന്ന സിറ്റിയാണ്. ഇതൊരു വലിയൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ കൊറോണ എന്ന് കേൾക്കുന്നത് കൊറോണ ആ ഒരു പാൻഡമിക്കിൻ്റെ സമയത്താണ്. പക്ഷെ എന്നാലും കൊറോണ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പം അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി. ഇതുണ്ട്, ഇവിടെ പർച്ചേസിങ്ങിന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടോ. എല്ലാവരും മഴയാണെങ്കിലും പുറത്തിറങ്ങും കേട്ടോ. പിന്നെ എന്താണ് ഇതാ ഈ കാണുന്നത്, ഇവിടെ ഒരു ഡോണറ്റ് ഷോപ്പാണ്. ഇതാ ഇതൊരു ഡോണറ്റ് ഷോപ്പാണ്. നമ്മളിവിടെ നിന്ന് ഡോണറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ട $1 $1.5 ഡോണറ്റ് കിട്ടും. അങ്ങനെ ഇത് ഇപ്പോൾ ഭയങ്കര സംഭവമല്ല. ഇതിവിടെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലേക്ക് അത്യാവശ്യം കടയിലൊക്കെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ വാങ്ങാൻ ഇറങ്ങൂലേ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയയാണിത്. അപ്പോൾ എല്ലാവരും അന്നന്നത്തെ ഇവിടെ മെയിനായിട്ട് ലിക്കർ കഴിക്കുക, അതല്ലെങ്കിൽ തുണി വാഷ് ചെയ്യുക. അപ്പോൾ തുണി വാഷ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. പിന്നെന്താ പറയുന്നത്, സ്റ്റേറ്റഡ് ബ്രോസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ ഗ്രോസറി മേടിക്കാനും വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനൊക്കെ അവിടെ ആളുകൾ പോവും. അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഡെയിലി ആളുകൾ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് വരുന്നതാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ട മേന അതിൻ്റെ ഓണറാണ് കേട്ടോ. ഭയങ്കര പാവം മനുഷ്യനാണ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, അവരൊക്കെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് എന്ന് വിചാരിച്ചവർ മുസ്ലിംസ് അല്ല, ക്രിസ്ത്യൻസാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവരും മുസ്ലിംസാണെന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മിഡിൽ ഈസ്റ്റ് ഏരിയ എന്നുള്ള, അതായത് ലെബനോൻ, അർമേനിയ, പിന്നെ ഈജിപ്റ്റ്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഒരുപാട് അറബ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മളവർ മുസ്ലിംസ് ആണെന്ന് വിചാരിക്കും അവരുടെ സംസാരവും ഒക്കെ കാണുമ്പോൾ. പക്ഷേ അവർ ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഇവർ കേൾക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അറബികളാണെന്ന് വിചാരിക്കും. മഴയത്തുള്ള അമേരിക്കയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. മഴയത്തുള്ള നാടൻ അമേരിക്ക. ഇപ്പോൾ സമയം വൈകിട്ട് 4:15. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശം എന്ന് പറയാം. ഒരു കള്ളി മുൾച്ചെടി പൂത്ത് നിൽക്കുന്ന നോക്കി, അത് ചെടിയാന്ന് തന്നെ പറയുള്ളൂ. എന്തെങ്കിലും വലിയൊരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുള്ളൂ അല്ലേ. ഇവിടെ ഈ നമ്മുടെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ ആ ചെടി ഒരുപാട് ഉണ്ടാവും, അത് പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈനെസ്സൊക്കെ മാറി ഇനിയിപ്പോൾ കംപ്ലീറ്റ് പച്ചപ്പിലേക്ക് വരുവാണ്. കണ്ടോ, കൊറോണ എന്ന് പറയുന്ന സ്ഥലത്ത് കാർ ഷോറൂമിൻ്റെ ഒരു സൈൻ ബോർഡ് കണ്ട.
നമ്മൾ വീണ്ടും ഫ്രീ വേയിലേക്ക് കയറി. നമ്മൾ എന്തിനാണ് കൊറോണയിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. നമ്മൾ വന്നത് മേനയുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ടാണ്. അപ്പോൾ പുള്ളിനെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് ഇവിടെയുള്ളൊരു സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ഈ മഴയത്തും ഇവിടെ വീടില്ലാത്ത ആളുകളുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹോംലെസ് എന്ന് പറയുന്ന ആളുകൾ. അവർ ഈ മഴയൊക്കെ മാറിയിട്ട് നനഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഇതിൽ നടന്ന് പോണ കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളും പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നടന്നു പോകണമെന്ന് നമുക്ക് സങ്കടം വരും. അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും, പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുമായിരിക്കും. ചില സമയത്തൊക്കെ മഴ നിന്ന് കൊള്ളണത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് പോയി ഇവരുടെ അടുത്ത് സംസാരിക്കാനും പറ്റില്ല. സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും മാനസികമായിട്ട് വല്ല പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരാണോ അതൊന്നും നമുക്ക് പറയാനും പറ്റില്ല. മാനസികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലോ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അതെയോ സാധാരണ ആളുകളാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി നമുക്കൊരു ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ ഇത്തിരി ഫുഡൊക്കെ അവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാതെ അധികം നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല. എന്താ മഴ! എനിക്ക് ശരിക്കും മുതലായത് ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നു. അടിപൊളി, സൂപ്പർ, വാവ്, കിടിലൻ മഴ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഓ എന്തൊരു മഴയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അടിപൊളിയല്ലേ, സൂപ്പർ മഴയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാർജ് ചെയ്ത് കൊടുത്തു. യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇനി വളരെ അടുത്തെത്തി. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം റൈറ്റ് സൈഡിൽ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ചില കാറുകാർ ആ വെള്ളം ഉള്ളിടത്തേക്ക് കൂടെ ഓടിക്കും. കാരണം ഇവർക്ക് വല്ലപ്പോഴും ഇങ്ങനത്തെ നല്ല മഴ കിട്ടുള്ളൂ. ലോസ് ആഞ്ചലസിൽ ശക്തമായ ഇതുപോലത്തെ മഴ ഇവിടെ കുറവാണ്. ഒരു പൊടി പോലെയുള്ള മഴയാണ് സാധാരണ പെയ്യാറുള്ളൂ. നമ്മൾ വീഡിയോ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതല്ല കേട്ടോ, ഈ മഴ എൻജോയ് ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ വലിച്ച് നീട്ടിക്കൊണ്ട് പോണ പോലെ തോന്നരുത്. മഴയത്ത് ഓടിക്കാൻ പാടുപെടുന്നു. ഇവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടായി. യെസ്, ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. അടിപൊളി മഴയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം താഴേക്ക് ചാടുന്നുണ്ട്. നമ്മുടെ ഈ സാധനം ഒടിഞ്ഞു വീണ്ടല്ലോ. ഫ്രണ്ട് ടയറിന് ബാക്ക് കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. യെസ്, ഒരു ചായ ഉണ്ടാക്കാൻ പറയട്ടെ. ഹേ സിരി, കോൾ റോഷിനി. ഞാൻ ഹെഡ്ഫോൺ വച്ചേക്കുവാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി, നമ്മുടെ ഏരിയയിലേക്ക് എത്തി. നമ്മുടെ ഇന്നത്തെ ചെറിയൊരു മഴയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വീട്ടിൽ പോയി ഒരു നല്ലൊരു ചായയും പാർലേജി ബിസ്ക്കറ്റും ഇപ്പോൾ ഇവിടെ കിട്ടും. മുമ്പ് കിട്ടില്ലായിരുന്നു. പാർലേജി ബിസ്ക്കറ്റും കഴിക്കണം. അപ്പോൾ സമയം ഇവിടെ രാത്രി 5:15 നാട്ടിലിപ്പോൾ സമയം 6:45 എന്തായാലും വളരെ സന്തോഷമായി. ഈ ഒരു മഴ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളൊക്കെ വരും. അപ്പം ഇത് ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും ഒരു ട്രിപ്പ് പോയ, ഒരു അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ് പോയൊരു ഫീലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ വളരെ സന്തോഷമായി. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.